That is the fourth unit of this course, BSOC 134. Reflexivity. What is the meaning of reflexivity? Malayalam meaning Prathifalanam. Reflexivity is the process by which the researcher reflects upon the data collection and interpretation processes. Reflexivity it is a process by which the researcher reflects upon the data collection and interpretation പ്രോസസ്സസ്. അപ്പോൾ റിസർച്ചർ തൻ്റെ ഡാറ്റ കളക്ഷനോടും അതുപോലെ ഇൻ്റർപ്രിറ്റേഷൻ പ്രോസസ്സിനോടും എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യണത് അതിനെ കാണിക്കുന്ന പ്രോസസ്സാണ് റിഫ്ലക്സിവിറ്റി എന്ന് പറഞ്ഞത്. ദ ടേം റിഫ്ലക്സിവിറ്റി ഹാസ് ഡിഫറെൻറ്റ് മീനിങ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. പല സന്ദർഭങ്ങളിൽ ഈ ടേമിന് റിഫ്ലക്സിവിറ്റി എന്നുള്ള ടേമിന് പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് സെൻസസ്. വളരെ അധികം ഉദ്ദേശങ്ങളോടുകൂടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇത്. ഇൻ ജനറൽ ഇറ്റ് മീൻസ് റിഫ്ലക്റ്റിംഗ് ആൻഡ് സ്പെസിഫിക്കലി ആസ് പാർട്ട് ഓഫ് ദ സോഷ്യൽ റിസർച്ച്. റിഫ്ലക്സിവിറ്റി ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റിസർച്ചർ റിഫ്ലക്ട്സ് അപ്പോൺ ദ ഡാറ്റ കളക്ഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ പ്രോസസ്സസ്. അപ്പോൾ ഇൻ ജനറൽ പൊതുവായിട്ട് നമുക്ക് പറയാം ഇറ്റ് മീൻസ് റിഫ്ലക്റ്റിംഗ് പ്രതിഫലിപ്പിക്കുന്നു ആൻഡ് സ്പെസിഫിക്കലി ആസ് പാർട്ട് ഓഫ് ദ സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രത്യേകിച്ച് പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നത് എന്താണ്? റിഫ്ലക്സിവിറ്റി ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റിസർച്ചർ റിഫ്ലക്ട്സ് അപ്പോൺ ദ ഡാറ്റ. റിസർച്ചർ ആ ഡാറ്റ കളക്ഷനോടും അതുപോലെ തന്നെ അതിൻ്റെ അനാലിസിസ് ഇൻ്റർപ്രിറ്റേഷൻ പ്രോസസ്സിനോടും എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതാണ് റിഫ്ലക്സിവിറ്റി സോഷ്യൽ സയൻസിൽ. ടാൽക്കട്ട് പേഴ്സൺസ്, ആന്റണി ഗിഡിൻസ്, ഹറോൾഡ് ഗാർഫിങ്കൽ ഹാവ് യൂസ്ഡ് ദിസ് കൺസെപ്റ്റ് ഇൻ ദെയർ വർക്ക്സ്. അപ്പോൾ ഈ കൺസെപ്റ്റ് അവരവരുടെ ഗവേഷണ വർക്കുകളിൽ യൂസ് ചെയ്തിട്ടുള്ളതിൽ പ്രമുഖരാണ് പാഴ്സൺസ്, ആന്റണി ഗിഡിൻസ്, ഹറോൾഡ് ഗാർഫിങ്കൽ എക്സെട്ര. Two very important usage of the term can be identified. ഈ ടേമിൻ്റെ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം നമുക്കിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ് ടു ക്യാരക്ടറൈസ് ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ മോഡേൺ സോഷ്യൽ ലൈഫ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ക്യാരക്ടറൈസ് ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ മോഡേൺ സോഷ്യൽ ലൈഫ്. മോഡേൺ സോഷ്യൽ ലൈഫിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് പൊതുവായിട്ടുള്ള ആ സ്വഭാവങ്ങൾ കാണിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഈസ് യൂസ്ഡ് മോർ സ്പെസിഫിക്കലി ടു റെഫർ ടു സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സയൻറ്റിസ്റ്റ്. രണ്ടാമതായിട്ട് ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് മോർ സ്പെസിഫിക്കലി ടു റെഫർ ടു സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സയൻറ്റിസ്റ്റ്. സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിനെ റെഫർ ചെയ്യാനായിട്ടും ഈ ടേം ഉപയോഗിക്കാറുണ്ട്. The term reflexivity was coined by Alvin Gardner, who desired sociological examination of sociology. അപ്പോൾ the term reflexivity was coined by Alvin Gardner. ആൽവിൻ കൗൾഡനർ ആണ് ഈ ടേം ഉപയോഗിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ നൽകിയത്. ഹു ഡിസയേർഡ് സോഷ്യോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ സോഷ്യോളജിക്കൽ എക്സാമിനേഷൻ എങ്ങനെ നടത്താം എന്ന് ഉപയോഗിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പദത്തിൻ്റെ ഉപയോഗം ചെയ്തു തുടങ്ങിയത്. എ വെരി സബ്സ്റ്റാൻഷ്യൽ ആൻഡ് എക്സ്ഹോസ്റ്റീവ് ആർഗ്യുമെന്റ് ഫോർ സോ കോൾഡ് റിഫ്ലക്സീവ് സോഷ്യോളജി ഈസ് ഫൗണ്ട് ഇൻ ഗോൾഡൻസ് വർക്ക് The Coming Crisis of Western Sociology. He transcends the methodological and theoretical context of ethnomethodology and proposed reflexive sociology. ഇനി റിഫ്ലക്സീവ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് സോഷ്യോളജി requires us being skeptical about our own views. It helps us to get rid of the preconceived notions that we have about other people's behavior. അപ്പോൾ reflexive സോഷ്യോളജി റിക്വയേഴ്സ് us to really examine what we are doing. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ശരിക്കും പരിശോധിക്കണം. അതുപോലെ ഹൗ വി തിങ്ക്, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഹൗ വി ഫീൽ, നമുക്ക് എങ്ങനെയെല്ലാം തോന്നുന്നു, വാട്ട് ആർ അവർ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ, വിശ്വാസങ്ങൾ എങ്ങനെ, ഫീലിങ്സ് എങ്ങനെ, പ്രിജുഡീസസ് എങ്ങനെ അബൌട്ട് പർട്ടിക്കുലർ തിങ് ഇൻ സോഷ്യൽ റിയാലിറ്റി. സോഷ്യൽ റിയാലിറ്റിയിലുള്ള ചില പ്രത്യേക സംഗതികളോടുള്ള നമ്മളുടെ മുൻധാരണകൾ, ഫീലിങ്സ്,
ഫീലിങ്സ്, ബിലീവ്സ്, ആറ്റിറ്റ്യൂഡ്സ്, അതൊക്കെ എങ്ങനെയാണ്, വാട്ട് വി ആർ ഡൂയിങ്, ഹൗ വി തിങ്ക്, ഹൗ വി ഫീൽ എന്നൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ പദം സഹായപ്രദമാണ്. ഇഫ് യു റിയലി ഗ്രാപ്സ് ദിസ് ഐഡിയ, അപ്പൊ ഈ പറഞ്ഞ ചിന്താഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെ, നമ്മൾ എന്ത് ചെയ്യാൻ പോണു, നമ്മൾ എന്താണ് പരിശോധിക്കാൻ പോണത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ബിലീവ്സ് എന്താണ്, ഫീലിങ്സ് ആൻഡ് പ്രിജുഡീസസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ആ കാര്യങ്ങൾ പരിശോധിക്കാൻ പോകുമ്പോൾ നമ്മളിൽ തന്നെ ഒരു സംശയം, വി റിയലി ഗ്രാപ്സ് ദിസ് ഐഡിയ ഓഫ് ബീങ് സ്കെപ്റ്റിക്കൽ അബൌട്ട് അവർ ഓൺ വ്യൂസ്, നമ്മളുടെ വ്യൂസിൽ തന്നെ ഒരു സംശയാസ്പദമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നാം. ആസ് ടു ഗെറ്റ് റിഡ് ഓഫ് പ്രീകൺസീവ്ഡ് നോഷൻസ് ദാറ്റ് വി ഹാവ് അബൌട്ട് അതർ പീപ്പിൾ. അപ്പൊ ഈ സംശയങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് തോന്നിക്കുന്ന ഫീലിങ്സ് ഇല്ലാതെയാക്കാനായിട്ട്, അതിനെ മാറ്റാനായിട്ട് നമുക്ക് സഹായപ്രദമായിരിക്കും. ഈ ഭാഗങ്ങൾ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ അധികം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരാറില്ല. റിഫ്ലെക്സിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി അതിനെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട സോഷ്യൽ റിസർച്ചേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇത് പക്ഷെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് ജനറൽ ആയിട്ട് വായിച്ചു പോവുക ശരിക്ക്. അപ്പൊ വി ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് reflexivity is the process by which the researcher reflects upon the data collection and interpretation process, and the term has different meanings in different contexts. But to understand this, ഈ റിഫ്ലെക്സിവിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി we have referred to 3 important theorists of reflexivity. റിഫ്ലെക്സിവിറ്റിയിലെ 3 പ്രധാന തിയറിസ്റ്റുകളെ കുറിച്ചുകൂടി പ്രതിപാദിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് വൺ ഗോൾഡിനർ, സെക്കൻഡ് ഗാർഫിങ്കൽ ആൻഡ് തേർഡ് ബോർഡിയോ. ഇനി ഗോൾഡിനറിന്റെ ഈ തിയറിയെ കുറിച്ചുള്ള ഈ റിഫ്ലെക്സിവിറ്റിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, ഗോൾഡിനർ ആർഗ്യൂഡ് ദാറ്റ് നോളജ് വാസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നോവർ ആൻഡ് സോഷ്യോളജി ഈസ് ഇന്റിമേറ്റ്ലി ബൗണ്ട് അപ്പ് വിത്ത് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ് വിത്തിൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്. അപ്പൊ ഗോൾഡ് വാദിക്കുന്നത് ദാറ്റ് നോളജ് വാസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നോവർ, നോവറിൽ നിന്ന്, അറിയാൻ താല്പര്യപ്പെടുന്ന ആളിൽ നിന്ന് സ്വതന്ത്രമല്ല നോളജ് എന്ന് പറയുന്നത്. ആൻഡ് സോഷ്യോളജി ഈസ് അതുപോലെ തന്നെ സോഷ്യോളജിയും അതുപോലെ അതിനെ ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നോവറിൽ നിന്ന് അവരെ കുറിച്ചുള്ള നോളജ് മാറി നിൽക്കുന്നില്ല, അത് സ്വതന്ത്രം ആയിട്ട് മാറി നിൽക്കുന്നില്ല. ആൻഡ് സോഷ്യോളജി ഈസ് ഇന്റിമേറ്റ്ലി ബൗണ്ട് അപ്പ് വിത്ത് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ് വിത്തിൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്. അതുപോലെ തന്നെ സോഷ്യോളജി ഈസ് ഇന്റിമേറ്റ്ലി ബൗണ്ട് അപ്പ് വിത്ത് ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റ്. ആ കാര്യം ഏത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് കോണ്ടെക്സ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ കുറച്ച് പരിണത ഫലങ്ങൾ ഈ നോളജിൽ ഉണ്ടാവും. അപ്പൊ നോളജോ അല്ലെങ്കിൽ നോവറോ ഈ കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും തീർത്തും മുക്തനല്ല. Therefore, for him it was important to be aware of this connection. അതുകൊണ്ട് for him it was important to aware of this connection. ഈ കണക്ഷനെ കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കണം. ആൻഡ് ഓഫ് സോഷ്യോളജിസ് റോൾ ആസ് പാർട്ട് ഓഫ് ദ വേ വി ലുക്ക് അറ്റ് അവേഴ്സെൽസ് ആൻഡ് അവർ ഫ്യൂച്ചർ. ഇപ്പൊ സോഷ്യോളജിസ്റ്റ് തങ്ങളുടെ പാർട്ടിനെ കുറിച്ചും തങ്ങളുടെ റോളിനെ കുറിച്ചും അതുപോലെ ഫ്യൂച്ചറിൽ അതിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും അവര് ബോധവാന്മാരായിരിക്കണം. അപ്പോൾ ഈ റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ബേസ്ഡ് ഓൺ അവയർനെസ്. പിന്നെ സെക്കൻഡ്, ഇൻ ഗാരി ഫിങ്കേഴ്സ് ഡിസ്കഷൻ ഓഫ് എത്തനോ മെത്തഡോളജി. ഗാരി ഫിങ്കേഴ്സ് ഡിസ്കഷൻ ഈ റിഫ്ലെക്സിവിനെ കുറിച്ച് എത്തനോ മെത്തഡോളജിയിൽ റിഫ്ലെക്സിവിറ്റി റെഫേഴ്സ് ടു ദ ഇന്റിമേറ്റ് ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ സർഫസ് അപ്പിയറൻസ് ആൻഡ് ദ അസോസിയേറ്റഡ് അണ്ടർലൈയിങ് റിയാലിറ്റി. അപ്പോൾ ഗാരി ഫിങ്കേഴ്സിന്റെ അഭിപ്രായത്തിൽ എത്തനോ മെത്തഡോളജിയിൽ
എത്തനോ മെത്തഡോളജിയിൽ റിഫ്ലക്സിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഇൻറ്റിമേറ്റ് ഇന്റർഡിപ്പെൻഡൻസ്. ഇത് കാണിക്കുന്നത് ഇൻറ്റിമേറ്റ് ഇന്റർഡിപ്പെൻഡൻസ് ആണ്, പരസ്പര ആശ്രിതം. ഇത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ അത്ര ശക്തമായിട്ടുള്ള പരസ്പര ആശ്രയം ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ തമ്മിലാണ്? ബിറ്റ്വീൻ സർഫസ് അപ്പിയറൻസും അതുപോലെ തന്നെ അസോസിയേറ്റഡ് അണ്ടർലൈങ് റിയാലിറ്റി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണെന്നാണ് ഈ ഗാർഫ്ലിങ്സ് ഡിസ്കഷൻ അബൌട്ട് റിഫ്ലക്സിവിറ്റി. അപ്പൊ ഈ സർഫസ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ്, അതായത് ആ ഡാറ്റയിൽ വന്ന കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് അസോസിയേറ്റഡ് അണ്ടർലൈങ് റിയാലിറ്റി. അതുപോലെ തന്നെ കണ്ടുപിടിക്കുന്ന എന്തിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, യാഥാർത്ഥ്യത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ റിയാലിറ്റി, അണ്ടർലൈങ് റിയാലിറ്റി, ഇത് പരസ്പരം പൂരിതങ്ങളാണ് അല്ലെങ്കിൽ പരസ്പര ആശ്രിതങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ സെൻസ് ഓഫ് ദ ഫോർമർ, അതായത് സെൻസ് ഓഫ് ദ ഫോർമർ എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ദ ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഈസ് എലാബറേറ്റ് ബൈ ഡ്രോയിങ് ഓൺ നോളജ് ഓഫ് ദ ലേറ്റർ. അപ്പൊ അത് വിപുലീകരിക്കാൻ പറ്റും. ഈ സെൻസ് ഓഫ് ദ ഫോർമർ ഈസ് എലാബറേറ്റ് ബൈ, അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ് അത് വിപുലീകരിക്കാനായിട്ട് ഡ്രോയിങ് ഓൺ നോളജ് ഓഫ് ദ ലേറ്റർ വൈൽ അറ്റ് ദ സെയിം ടൈം ദ സെൻസ് ഓഫ് ദ ലേറ്റർ ഈസ് എലാബറേറ്റഡ് ബൈ വാട്ട് ഈസ് നോൺ അബൌട്ട് ദ ഫോർമർ. അപ്പൊ ഫോർമറെ കുറിച്ച് എന്താണെന്നുള്ള അറിവ് നമുക്ക് നമ്മൾ എന്ത് റിയാലിറ്റിനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് ആ നോളജിനെ കുറിച്ചുള്ള അറിവിനെ വിപുലീകരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംഗതിയിലുള്ള ആ മുഴുവനായിട്ടുള്ള അറിവുകൾ, നമ്മളിലുള്ള മുഴുവനായിട്ടുള്ള അറിവുകൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഡോക്യുമെന്റ്സ് ആൻഡ് അക്കൗണ്ട്സ് അതിനെ വിപുലീകരിക്കുമെന്ന്. അപ്പൊ ഇത് രണ്ടും പരസ്പരം ബന്ധിതമാണെന്നാണ് ഗാർഫിംഗിൾസ് പറയണത്. ഇനി അക്കോർഡിംഗ് ടു ബോറിഡോ, തേർഡ് സോഷ്യോളജിസ്റ്റ് ആണ് ബോറിഡോ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് സോഷ്യൽ റിസർച്ചർ ഒക്കപ്പൈസ് എ പ്ലേസ് ഇൻ ദ സോഷ്യൽ വേൾഡ്. സോഷ്യൽ റിസർച്ചർക്ക് സോഷ്യൽ വേൾഡിൽ ഒരു സ്ഥാനമുണ്ട്, വിച്ച് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, and must therefore adopt a critical awareness of his or her own social location in relation to both the research object and processes. Appo according to Bourdieu, the social researcher occupies a place in the social world. Social world ile social researcher ku oru sthanam undu, which is the object of study. അതുപോലെ തന്നെ ആ object of study ilum, and must therefore adopt a critical awareness of his or her own social location in relation to both the research object and processes. അതുകൊണ്ട് തന്നെ റിസർച്ച് ഒബ്ജക്റ്റിനെ കുറിച്ചും അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും നല്ല ഒരു ക്രിട്ടിക്കൽ അവയർനെസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമെന്ന്. ക്രിട്ടിക്കൽ അവയർനെസ്, ഒരു നല്ല ഒരു വിമർശനാത്മകമായ ബോധം അദ്ദേഹത്തിന്റെ സ്റ്റഡിയെ കുറിച്ചും ഈ പ്രോസസ്സിനെ കുറിച്ചും ഉണ്ടായിരിക്കണം. ആ റിസർച്ച് ഒബ്ജക്റ്റ് എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നല്ല ഒരു അവയർനെസ് ഉണ്ടായിരിക്കണമെന്ന്. അക്കോർഡിംഗ് ടു ദ പെർസെപ്റ്റ് ഓഫ് റിഫ്ലക്സീവ് സോഷ്യോളജി, സോഷ്യൽ റിസർച്ച് മസ്റ്റ് അക്കൗണ്ട് ഫോർ ദ ഇന്റർപ്ലേ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പൊ അക്കോർഡിംഗ് ടു ദ പെർസെപ്റ്റ് ഓഫ് റിഫ്ലക്സീവ് സോഷ്യോളജി, അദ്ദേഹം റിഫ്ലക്സീവ് സോഷ്യോളജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് അതിന്റെ കാഴ്ചപ്പാടിൽ, ഈ റിഫ്ലക്സീവ് സോഷ്യോളജിയുടെ കാഴ്ചപ്പാടിൽ സോഷ്യൽ റിസർച്ച് മസ്റ്റ് അക്കൗണ്ട് ഫോർ ദ ഇന്റർപ്ലേ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് സോഷ്യൽ ഫാക്ടേഴ്സ്. ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് സോഷ്യൽ ഫാക്ടേഴ്സിന് അത് തമ്മിലുള്ള ആ ഇന്റർപ്ലേ ഓവർകം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഇത് സഹായപ്രദമായിരിക്കും, ഈ ക്രിട്ടിക്കൽ അവയർനെസ്. പിന്നെ ഇതിലെ ഗ്ലോസറിയിൽ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ, ആ മീനിങ്സ് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ നിർവചനവും കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടും. റിഫ്ലക്സിവിറ്റി എന്ന് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റിസർച്ചർ റിഫ്ലക്ട്സ് അപ്പോൺ ദ ഡാറ്റ കളക്ഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ പ്രോസസ്സസ്. അപ്പൊ റിഫ്ലക്സിവിറ്റി അല്ലെങ്കിൽ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ്, ഈ പ്രക്രിയയാണ് ബൈ വിച്ച് ദ റിസർച്ചർ റിഫ്ലക്ട്സ് അപ്പോൺ ദ ഡാറ്റ കളക്ഷൻ, ഡാറ്റ കളക്ഷനെ കുറിച്ചും അതിന്റെ
അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ആ റിസർച്ചറിൻ്റെ റിഫ്ലെക്സ് ആണ് റിഫ്ലെക്സിവിറ്റി എന്നുള്ള പ്രോസസ്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി എത്തനോ മെത്തഡോളജി, എത്തനോ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആണ്. അപ്പോൾ എത്തനോ മെത്തഡോളജി മീൻസ് ദ സ്റ്റഡി ഓഫ് മെത്തേഡ്സ് യൂസ്ഡ് ബൈ പീപ്പിൾ. മെത്തഡോളജി ആ സ്റ്റഡീസ്, ലോജിക്കൽ സ്റ്റഡിയാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ എത്തനോ പീപ്പിളിനെ കുറിച്ച്, മനുഷ്യരെ കൊണ്ട് പഠിക്കുന്ന ആ ശാസ്ത്രത്തിനെയാണ് എത്തനോ മെത്തഡോളജി എന്ന് പറയുന്നത്. ആ മെത്തേഡിനെ മീൻസ് ദ സ്റ്റഡി ഓഫ് ദ മെത്തേഡ്സ് യൂസ്ഡ് ബൈ പീപ്പിൾ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് എംപ്ലോയിഡ് ബൈ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ടു കൺസ്ട്രക്ട്, അക്കൗണ്ട് ഫോർ ആൻഡ് ഗീവ് മീനിങ് ടു ദെയർ സോഷ്യൽ വേൾഡ്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം. അതായത് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് അടുത്ത യൂണിറ്റ് ടോപ്പിക്ക്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇപ്പം ഇത്തരം വന്ന യൂണിറ്റിൽ 4 യൂണിറ്റിലും ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസറും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഹിസ്റ്റോറിക്കൽ യൂണിറ്റ്സിൽ അവർ ഇതിന് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് ഇതിൽ നിന്ന് വരാവുന്നത്, അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ശരിക്കും ആ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ശരിക്കും പഠിക്കണം. ഇതിൽ നിന്ന് ഒന്നിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡിലേക്ക് കടക്കാം. ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആസ് ദ നെയിം ഇംപ്ലൈസ് ഈസ് എ മെത്തേഡ് വിച്ച് യൂസസ് ഹിസ്റ്ററി ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റീസ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇംപ്ലൈസ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് എ മെത്തേഡ് വിച്ച് യൂസസ് ഹിസ്റ്ററി ടു അണ്ടർസ്റ്റാൻഡ് സൊസൈറ്റീസ്. സൊസൈറ്റീനെ മനസ്സിലാക്കാൻ ഹിസ്റ്ററി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആസ് ദ നെയിം implies is a method which uses history to understand societies. The historical method began when we first started to systematically study society. സൊസൈറ്റിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് സ്റ്റഡി എപ്പോൾ ആരംഭിച്ചു അപ്പോൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സും യൂസ് ചെയ്യാൻ തുടങ്ങി. The use of history helps us understand the way in which the past has impacted and influenced the present day societies. Present day സൊസൈറ്റീനെ പാസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലനം, പാസ്റ്റിൻ്റെ പ്രതിഫലനം എങ്ങനെയാണ് പ്രസന്റ് ഡേ സൊസൈറ്റിയിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് മെത്തേഡ് ട്രേസസ് ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ആ ഡെവലപ്മെന്റ് ആണ് ട്രേസ് ചെയ്യണത് ഈ മെത്തേഡ്. ഓർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിൽ സൊസൈറ്റിയുടെയോ അതല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് ട്രേസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഇറ്റ് മേ ഓൾസോ ട്രേസ് ദ കോസസ് ഓഫ് ചേഞ്ച്. കോസസ് ഓഫ് ചേഞ്ച്, ചേഞ്ചിനുള്ള കാരണങ്ങളും ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച്, ഈ 2 കാര്യങ്ങളും ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ദ സോഴ്സസ് ഓഫ് ദിസ് ഹിസ്റ്ററി ക്യാൻ ബി മെനി. അപ്പോൾ ഹിസ്റ്ററിയുടെ സോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ധാരാളം ഉണ്ട്. ഓൺ ദ വൺ ഹാൻഡ് ഹിസ്റ്ററി കുഡ് ബി ആക്സസ്ഡ് ത്രൂ സോഴ്സസ് ലൈക്ക് ഗവൺമെന്റ് റെക്കോർഡ്സ് ആൻഡ് റിട്ടേൺ അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ ഗവൺമെന്റ് റെക്കോർഡ്സോ റിട്ടേൺ അക്കൗണ്ട്സോ ഒക്കെ അതിൻ്റെ ഡാറ്റയായിട്ട് യൂസ് ചെയ്യാം. ഇനി ദ അതർ സോഴ്സസ്, മറ്റു സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഓഫ് ഹിസ്റ്ററി ഇൻക്ലൂഡ്സ് അക്കൗണ്ട്സ് ഓൺ ആർട്ടിഫാക്ട്സ്, ക്ലോത്ത്സ്, ഓർണമെന്റ്സ്, വെപ്പൺസ് ആൻഡ് സോ ഓൺ. പഴയ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ആർട്ടിഫാക്ട്സ്, ക്ലോത്ത്സ്, ഓർണമെന്റ്സ്, വെപ്പൺസ് അതുപോലെയുള്ള സംഗതികളെല്ലാം ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ദ കൈൻഡ് ഓഫ് സോഴ്സസ് യൂസ് ടു ഗ്യാദർ ഇൻഫോർമേഷൻ അബൌട്ട് സൊസൈറ്റീസ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ നേച്ചർ ഓഫ് സൊസൈറ്റി. അപ്പോൾ ഏത് സോഴ്സാണ്, ഏതു തരം സോഴ്സാണ് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സൊസൈറ്റിയുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ചിലപ്പോൾ കോംപ്ലക്സ് സൊസൈറ്റി ആകാം, സിമ്പിൾ സൊസൈറ്റി ആകാം നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സോഴ്സസ് ലൈക്ക് റിട്ടേൺ അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റീസ്, documents and government records etc. are typically resources that are available in complex societies and not in simple societies. അപ്പോൾ റിട്ടേൺ അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റി, അതുപോലെ ഡോക്യുമെന്റ്സ് ആൻഡ് ഗവൺമെന്റ് റെക്കോർഡ്സ്, അതൊക്കെ സാധാരണയായിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് സൊസൈറ്റിയിലാണ്. അവിടെ കുറേ പുരോഗമിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ടെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള റെക്കോർഡിങ് സിമ്പിൾ സൊസൈറ്റീസിൽ ഇല്ലായിരുന്നു. ഇൻ കോംപ്ലക്സ് സൊസൈറ്റീസ് വൺ ഹാസ് ആക്സസ് ടു റിട്ടേൺ മെറ്റീരിയൽസ്. അപ്പോൾ കോംപ്ലക്സ് സൊസൈറ്റിയിൽ ഒരാൾക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ റിട്ടേൺ മെറ്റീരിയൽസ്
മെറ്റീരിയൽസിന് നമുക്ക് ഉപയോഗിക്കാം. ദർ ഈസ് ഓഫൺ എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ അവൈലബിൾ ത്രൂ റിട്ടേൺ ഡോക്യുമെന്റ്സ് ലൈക്ക് ഒഫീഷ്യൽ ഗസറ്റസ്, ആർക്കൈവ്സ് എക്സെട്ര. അപ്പൊ ഈ ഇൻഫോർമേഷൻ, ഇതിൽ കൂടിയൊക്കെ കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ഡോക്യുമെന്റ്സ്, അത് ഗസറ്റുകളിൽ നിന്ന്, ഒഫീഷ്യൽ ഗസറ്റുകൾ അല്ലെങ്കിൽ പുരാവസ്തു സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടും. ഇൻ എ സിമ്പിൾ സൊസൈറ്റി സിൻസ് ദ ലെവൽ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഇസ് ലെസ്സർ. പക്ഷേ ഇതൊക്കെ കോംപ്ലക്സ് സൊസൈറ്റിയിലാണ് ഇതുപോലെയുള്ള റിട്ടേണും വളരെ പുരോഗമനാത്മകമായിട്ടും ശരിക്കും കളക്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് കിട്ടുക. പക്ഷേ ഇൻ സിമ്പിൾ സൊസൈറ്റീസിൽ അതുപോലെയുള്ള ടെക്നോളജി ഒന്നും അക്കാലത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റിട്ടേൺ റെക്കോർഡ്സ് പോലെയുള്ള കാര്യങ്ങൾ കിട്ടുക ബുദ്ധിമുട്ടാണ്. ഇൻ ദിസ് കേസ് ദ സോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ വുഡ് ഇൻക്ലൂഡ് ആർട്ടിഫാക്ട്സ്, വെപ്പൺസ്, ക്ലോത്ത്സ് ഓർ ഈവൻ ഓറൽ ഹിസ്റ്ററീസ് എക്സെട്ര. അപ്പൊ ഈ കേസസിൽ സോഴ്സ് അവൈലബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ആർട്ടിഫാക്ട്സ്, വെപ്പൺസ്, ക്ലോത്ത്സ്, അതുപോലെ ചില ഓറൽ ഹിസ്റ്ററീസ്, പറഞ്ഞ് ഉള്ള അറിവുകൾ ഹിസ്റ്ററിനെ കുറിച്ച്. അപ്പൊ അതെല്ലാമാണ് ഇവിടെ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ആയിട്ട് സിമ്പിൾ സൊസൈറ്റിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി? ഇനി amongst the earliest thinkers to write on the use of historical method was A.R. റാഡ്ക്ലിഫ് ബ്രൗൺ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള തിങ്കറാണ് A.R. റാഡ്ക്ലിഫ് ബ്രൗൺ. അപ്പൊ ദ ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ്, ഹീസ് എ ബ്രിട്ടീഷ് സോഷ്യോളജിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ്. ഇനി according to A.R. റാഡ്ക്ലിഫ് ബ്രൗൺ, methodologically historical explanation can either be deductive or inductive. അപ്പൊ A.R. റാഡ്ക്ലിഫ് ബ്രൗണിന്റെ അഭിപ്രായത്തിൽ ഈ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ രണ്ട് രീതിയിൽ കാണിക്കാം. ഒന്ന് ഡിഡക്റ്റീവ് അല്ലെങ്കിൽ മറ്റത് ഇൻഡക്റ്റീവ്, ആഗമനം അതുപോലെ നിഗമന രീതിയും ആഗമന രീതി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഡിഡക്റ്റീവ് ഓർ ഇൻഡക്റ്റീവ് മെത്തേഡ്സിൽ കൂടിയാണ് അദ്ദേഹം ഈ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻസ് കാണിച്ചു തന്നത്. ദ ഡിഡക്റ്റീവ് മെത്തേഡ് ഈസ് വാട്ട് ക്യാരക്ടറൈസ്ഡ് ദ ഗ്രോത്ത് ഓഫ് ദ ഡിസിപ്ലിൻ ഇൻ ദ മിഡിൽ ഓഫ് ദ 19th സെഞ്ചുറി. ഈ ഡിഡക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദിസ് മെത്തേഡ് വാസ് യൂസ്ഡ് ബൈ ദ ഏർലിയസ്റ്റ് ആന്ത്രപ്പോളജിസ്റ്റ്. പ്രാരംഭകാലത്തിലെ ആന്ത്രപ്പോളജിസ്റ്റ് ആണ് ഈ ഡിഡക്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തിരുന്നത്. ദേ റിലൈഡ് ഓൺ ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് എവിഡൻസസ്. അവര് ആശ്രയിച്ചിരുന്നത് ഇൻഡയറക്റ്റും ഡയറക്റ്റും ആയിട്ടുള്ള എവിഡൻസസിനെ ആശ്രയിച്ചിരുന്നത്. ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ ഓഫേർഡ് ബൈ എവല്യൂഷനിസ്റ്റ് വെയർ ഓഫൺ ബേസ്ഡ് ഓൺ കൺജക്ചർ. അപ്പൊ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ സാധാരണയായിട്ട് എവല്യൂഷനിസ്റ്റ്, പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച്, പരിണാമത്തെക്കുറിച്ച് പറയുന്ന ആളുകളൊക്കെ അതിന്റെ ബേസായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിന്റെ ബേസായിട്ട് ഓഫൺ ബേസ്ഡ് ഓൺ കൺജക്ചർ, ഊഹങ്ങളെ ഉപയോഗിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എവല്യൂഷനിസ്റ്റ്. ദിസ് മെത്തേഡ് വാസ് ഓൾസോ ലേറ്റർ യൂസ്ഡ് ബൈ ദോസ് ദാറ്റ് റാഡ്ക്ലിഫ് ബ്രൗൺ റെഫേഴ്സ് ടു ആസ് എത്തനോളജിസ്റ്റ്. അപ്പൊ ഈ മെത്തേഡ് പിന്നീട് റാഡ്ക്ലിഫ് ബ്രൗൺ റെഫർ ചെയ്യുന്നത് എത്തനോളജിസ്റ്റ് യൂസ് ചെയ്തിരുന്നതായിട്ടാണ്. ദ എത്തനോളജിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റീസ് ഓർ ഓൺ കൾച്ചർ. കൾച്ചറിലെ ചില പർട്ടിക്കുലർ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എത്തനോളജിസ്റ്റ് ഈ ഫോം യൂസ് ചെയ്തിരുന്നത്. ദ എത്തനോളജിസ്റ്റ് വെർ ഓൾസോ ക്രിട്ടിക്കൽ ഓഫ് ദ എവല്യൂഷനിസ്റ്റ്. അപ്പൊ എത്തനോളിസ്റ്റ് വെർ ഓൾസോ ക്രിട്ടിക്കൽ ഓഫ് ദ എവല്യൂഷനിസ്റ്റ്. എവല്യൂഷനിസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ എത്തനോളജിസ്റ്റും വിമർശിച്ചിരുന്നു. ഫോർ ദ എത്തനോളിസ്റ്റ് ദ യൂസ് ഓഫ് ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ ആസ് ലിമിറ്റഡ് ടു എ പർട്ടിക്കുലർ സൊസൈറ്റി. എത്തനോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ദ യൂസ് ഓഫ് ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷന്റെ ഉപയോഗം ആർ ലിമിറ്റഡ്, അത് വളരെ പരിമിതമായിരുന്നു, ടു എ പർട്ടിക്കുലർ സൊസൈറ്റി ഓർ കൾച്ചർ. ഒരു കൾച്ചറിനോ ഒരു സൊസൈറ്റിക്കോ ഇതിന്റെ ഉപയോഗം വളരെ പരിമിതമായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ ലോസ് ഓർ എക്സ്പ്ലനേഷൻസ്. യൂണിവേഴ്സൽ ലോസോ എക്സ്പ്ലനേഷൻസോ ഒന്നും അവർ യൂസ് ചെയ്തിരുന്നില്ല. അപ്പൊ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, ജനറൽ ടു പർട്ടിക്കുലർ, അതിലേക്ക് വരുന്നതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ അൺനോൺ ടു നോണിലേക്ക് എത്തും, അതുപോലെ ആബ്സ്ട്രാക്ട് ടു കോൺക്രീറ്റ്, അതുപോലെ റൂളിൽ നിന്ന് നമ്മൾ എക്സാമ്പിളിലേക്ക് എത്തും, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ജനറൽ ടു സ്പെസിഫിക്. ജനറലിൽ നിന്ന്, ഒരു നിയമത്തിൽ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിലേക്ക് വരികയാണ്. ജനറൽ ടു സ്പെസിഫിക് ആർ
ഓർ പർട്ടിക്കുലർ, അങ്ങനെയാണ് ഈ ഡിഡക്റ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇൻ ദ സെക്കൻഡ് കേസ് ദ മെത്തേഡ് യൂസ് ടു എക്സ്പ്ലെയിൻ സൊസൈറ്റീസ് ഈസ് ഇൻഡക്റ്റീവ്. അപ്പൊ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്തിരുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഈ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നിഗമന രീതി അല്ല, ആഗമന രീതിയാണ്. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിഡക്റ്റീവ് മെത്തേഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൽ നടക്കുന്നത്. അതായത് ഇൻഡക്റ്റീവ് മെത്തേഡിലാണെങ്കിൽ നോൺ ടു അൺനോൺ, അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുക. അതുപോലെ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, മൂർത്തമായതിൽ നിന്ന് അമൂർത്തതയിലേക്ക് മാറുക. അതുപോലെ എക്സാമ്പിൾ ടു റൂൾ, ഉദാഹരണത്തിൽ നിന്ന് റൂളിലേക്ക് എത്തുക, നിയമത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ, പർട്ടിക്കുലർ ടു ജനറൽ, ഒരു പർട്ടിക്കുലറിൽ നിന്ന് അല്ലെങ്കിൽ സ്പെസിഫിക്കിൽ നിന്ന് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തപ്പെടുക. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി the inductive method, the evolutionist. The use of historical method can be traced to the second half of the 19th century. It was the time when systematic study of societies first started to appear. അപ്പൊ ഇവിടെ ഈ എവല്യൂഷനിസ്റ്റ് ഇൻഡക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിരുന്നതിൽ പ്രധാനിയാണ്. Among the first use the method of social evolution was Herbert Spencer. Herbert Spencer ആണ് ഈ മെത്തേഡ് യൂസ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ്. അദ്ദേഹം ഈസ് ആൻ ഇംഗ്ലീഷ് ഫിലോസഫർ ആണ്, ബയോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റും കൂടിയാണ്. സ്പെൻസർ യൂസ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് വെൻ റൈറ്റിംഗ് ഓൺ ദ ലാർജ് സ്കെയിൽ ട്രാൻസ്ഫോർമേഷൻസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലുണ്ടായ വലിയ ചേഞ്ചസ്, മാറ്റങ്ങളെ കുറിച്ച് കാണിക്കാനാണ് അദ്ദേഹം ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തത്. ഹി റോട്ട് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ സൊസൈറ്റി ഫ്രം സിമ്പിൾ ടു കോമ്പൗണ്ട് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ സൈസിലുണ്ടായ ചേഞ്ച് മൂലമാണ് സൊസൈറ്റി സിമ്പിൾ ടു കോമ്പൗണ്ട് എന്നുള്ള ആ പരിണാമ പ്രക്രിയയിലേക്ക് കടന്നതെന്നാണ് ഇവിടെ സ്പെൻസർ കാണിക്കുന്നത്. പിന്നെ വേറെ റെവല്യൂഷനിസ്റ്റ് ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് സോഷ്യൽ വിഷണറി ഓഗസ്റ്റ് കോംപ്റ്റും ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ലൈക്ക് സ്പെൻസർ യൂസ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. സ്പെൻസർ എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തത്, അതുപോലെ തന്നെ ഓഗസ്റ്റ് കോംപ്റ്റും ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നതായിട്ട് കാണാം. കോംപ്റ്റ് വാസ് റൈറ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന ഒരു വർക്കാണ് ദ പോസിറ്റീവ് ഫിലോസഫി ഓഫ് ഓഗസ്റ്റ് കോംപ്റ്റ്. അതിൽ ഹി സെറ്റ് ഫോർത്ത് ആൻ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അപ്പൊ സൊസൈറ്റിയിലെ ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ് അദ്ദേഹം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റിനെ കുറിച്ചുള്ള. അപ്പൊ യൂസിങ് ദ historical approach, he deliberates the origin of human thought in his law of three stages. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലോ ഓഫ് 3 stages അതിലും ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് വർക്ക്, അതായത് ലോ ഓഫ് 3 stages എന്നുള്ളതിൽ he traces the origin of all human societies. എല്ലാ ഹ്യൂമൻ സൊസൈറ്റീസിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത് ഫ്രം എ തിയോളജിക്കൽ ടു എ മെറ്റാഫിസിക്കൽ സ്റ്റേജ്. തിയോളജിക്കൽ നിന്നാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് ടു ഫൈനൽ എ പോസിറ്റീവ് സ്റ്റേജ്. അങ്ങനെ 3 സ്റ്റേജിൽ കൂടിയാണ് എല്ലാവരുടെ, ഏത് സൊസൈറ്റിയുടെ ആയാലും വ്യക്തികളുടെ ആയാലും ഒക്കെ ജീവിതം പാസ് ചെയ്യണ 3 സ്ഥലങ്ങളാണ്. ഒന്ന് തിയോളജിക്കൽ ഫേസ്, മറ്റത് സ്റ്റേജസ് ആണ്. ഫസ്റ്റ് തിയോളജിക്കൽ, ദെൻ മെറ്റാഫിസിക്കൽ ആൻഡ് ദെൻ പോസിറ്റീവ്. അതായത് ദാറ്റ് ഇസ് ദ സ്റ്റേജ് ഇൻ വിച്ച് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഡോമിനേറ്റ്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചത് നിൽക്കുകയാണ്. അതാണ് ലോ ഓഫ് 3 stages കോംപ്റ്റ്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങൾ കാണിക്കാനും കോംപ്റ്റ് യൂസ് ചെയ്തിരുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്. അതുപോലെ മോർഗൻ, he was another prominent anthropologist, used the evolutionary method. He worked on the origins of totemism, marriage, family, etc. ഈ കാര്യങ്ങളിലും ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. The other notable names among the evolutionists were James Fraser, whose work was on the origin of totemism. His method influenced scholars like Buckhofen, Kohler and Durkheim. പിന്നെ thus we see that evolutionary approach believe that all societies have evolve along a single
path of development. അപ്പോൾ we see that the evolutionary approach, ഈ എവല്യൂഷണറി അപ്രോച്ച്, പരിണാമ പ്രക്രിയ, ആ സമീപനം, അത് അവർ അങ്ങനെ അതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് that all societies evolve along a single path of development. എല്ലാവരും ഒരേ സിംഗിൾ പാത്ത് ഓഫ് ഡെവലപ്മെന്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ദിസ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് യൂണിലീനിയൽ പ്രോഗ്രഷൻ. ഈ പ്രോഗ്രഷനെ, ഈ ഡെവലപ്മെന്റിനെ ഒരു യൂണിലീനിയർ പ്രോഗ്രഷൻ എന്ന് പറയാം, ഒരേ ലൈനിൽ മുന്നോട്ട് പോകുന്ന രീതി. സം സൊസൈറ്റീസ് വെർ അറ്റ് ആൻ ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ചില സൊസൈറ്റി ഡെവലപ്മെന്റിന്റെ പ്രാരംഭ ദശയിലായിരിക്കും കമ്പയർഡ് ടു ദ അതേഴ്സ്. മറ്റ് രാജ്യങ്ങളെ കുറിച്ച്, മറ്റ് സൊസൈറ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ചില സൊസൈറ്റീസിൽ ഡെവലപ്മെന്റിന്റെ ഏർലിയർ സ്റ്റേജ് ആയിരിക്കും, പക്ഷേ അവരും ഈ ഒരേ സ്റ്റേജിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഈ എവല്യൂഷണറി തിയറിസ്റ്റ് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് ഓൾ സൊസൈറ്റീസ് വാസ് വ്യൂഡ് ഫ്രം ആൻ evolutionary perspectives. The evolutionists were criticized for their belief that all societies were similar and that they all follow the same path of development. എല്ലാവരും ആ സെയിം പാത്ത് ഓഫ് ഡെവലപ്മെന്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി? വാട്ട് ഈസ് ദ ഇൻഡക്റ്റീവ് മെത്തേഡ്? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടു ജനറൽ. ദെൻ വാട്ട് ഈസ് ദ ഡിറ്റക്റ്റീവ് മെത്തേഡ്? ദാറ്റ് ഈസ് ജനറൽ ടു പർട്ടിക്കുലർ. അപ്പൊ ഈ മൂന്നല്ല, ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വാട്ട് ഈസ് ദ എവല്യൂഷനിസ്റ്റ് മെത്തേഡ്? നെയിം സം തിങ്കേഴ്സ് ഹു ഹാവ് യൂസ് ദിസ് മെത്തേഡ്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, അത് പഠിച്ചേക്കുക. ഇനി അടുത്തത് ഇൻഡക്റ്റീവ് മെത്തേഡ്. ദ എത്തനോളജിസ്റ്റ് വെർ ക്രിട്ടിക്കൽ ഓഫ് ദ എവല്യൂഷനിസ്റ്റ് ഫോർ ദെയർ ബിലീഫ് ദാറ്റ് ഓൾ സൊസൈറ്റീസ് എവോൾവ് അലോങ് എ സിംഗിൾ യൂണിലീനിയർ പാത്ത്. അപ്പൊ എത്തനോളജിസ്റ്റ് വെർ ക്രിട്ടിക്കൽ ഓഫ് ദ എവല്യൂഷനിസ്റ്റിന്റെ ആ ചിന്താഗതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് എത്തനോളജിസ്റ്റ് ഉപയോഗിച്ചത്. എല്ലാം ഒരേ യൂണിലീനിയർ പാത്തിൽ കൂടിയാണ് പുരോഗമനം പോകുന്നത് എന്നുള്ള ആ ചിന്താഗതിനെ വിമർശിക്കുന്ന ഒരു സ്വഭാവമാണ് എത്തനോളജിസ്റ്റിന് ഉണ്ടായിരുന്നത്. ഫോർ ദ എവല്യൂഷനിസ്റ്റ് ദിസ് ഇംപ്ലൈഡ് ദാറ്റ് സം സൊസൈറ്റീസ് വെർ മോർ ഡെവലപ്ഡ് ദാൻ ദ അതേഴ്സ്. ദ ലെസ് ഡെവലപ്ഡ് സൊസൈറ്റീസ് ദേ ബിലീവ്ഡ് വുഡ് ഡെവലപ്പ് അലോങ് ദ സെയിം ലൈൻ ആസ് ദ മോർ ഡെവലപ്ഡ് വൺസ്. അപ്പൊ ഈ എവല്യൂഷനിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ചില സൊസൈറ്റീസ് അധികം ഡെവലപ്പ് ചെയ്തിട്ടില്ല, ചിലത് കുറെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഡെവലപ്പ് ചെയ്യാത്ത സൊസൈറ്റീസും ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒപ്പം പിന്നീട് എത്തിച്ചേരും, അതേ പാതയിൽ കൂടി തന്നെ കടന്നു പോയിട്ടെന്നാണ് എവല്യൂഷനിസ്റ്റ് വിശ്വസിക്കുന്നത്. എത്തനോളജിസ്റ്റ് ഓൺ ദ അതർ ഹാൻഡ് യൂസ് ഹിസ്റ്ററി ഡിഫറെന്റ്ലി. അപ്പൊ ഇവിടെ എത്തനോളജിസ്റ്റ് ഹിസ്റ്ററിനെ വേറൊരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. They do not focus on evolution. അവര് എവല്യൂഷനിൽ ഫോക്കസ് ചെയ്യണില്ല, പരിണാമ പ്രക്രിയയിൽ അവര് ഫോക്കസ് ചെയ്യണില്ല. The ethnologist use the historical method to study societies and their culture. എത്തനോളജിസ്റ്റ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക, അതിന്റെ കൾച്ചറെ കുറിച്ച് പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് എത്തനോളജിസ്റ്റ് ഈ മെത്തേഡിനെ, ഹിസ്റ്റോറിക്കൽ മെത്തേഡിനെ യൂസ് ചെയ്യണത്. Such a method explains an institution or a particular aspect of culture by tracing its development over a period of time. over a period of ടൈമിൽ നമ്മൾ വീക്ഷിച്ചുകൊണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു കൾച്ചറിന്റെ പുരോഗതി എങ്ങനെയാണെന്നാണ് ഇവര് മനസ്സിലാക്കുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് എ ചേഞ്ച് ഇൻ സൊസൈറ്റി ബൈ ലിങ്കിങ് ഇൻ ടു എ പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിലെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റിനെ നോക്കിയിട്ടാണ് ഇവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന്, വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ റൈറ്റ്സ് ഓഫ് വുമൺ വെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദം ബൈ ലിങ്കിങ് ദം ടു വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഫെമിനിസം. അപ്പോൾ റൈറ്റ്സ് ഓഫ് വുമൺ ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബൈ ലിങ്കിങ് ദം ടു വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഫെമിനിസം. ഫെമിനിസത്തിന്റെ ആ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ നോക്കിയിട്ട് വേണം ഈ റൈറ്റ്സ് ഓഫ് വുമൺ കുറിച്ച് അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും പഠിക്കാനെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ എത്തനോളജിസ്റ്റ് വെച്ചിരിക്കുന്നത്. Therefore, the theory
ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ തിയറി പല കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കാം. ഹവർ ദ ഡൊമിനൻറ്റ് തിയറി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പോൾ ഏത് ചെറിയ കാര്യം എടുത്താലും ആ കാര്യങ്ങളെല്ലാം എവിടെ ഉൾപ്പെടുത്തുന്നതാണ്, അതിൻ്റെ മണ്ഡലം എപ്പോഴും സൊസൈറ്റി തന്നെയാണ്. അപ്പോൾ ഹവർ ദ ഡൊമിനൻറ്റ് തിയറി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. എന്തിനെക്കുറിച്ച്, സൊസൈറ്റിയിലെ ഏത് ഘടകം ആയാലും അത് സൊസൈറ്റിയുടെ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിലെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അവിടെയാണ് ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യൂസ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ ദിസ് വേ എസ്റ്റാബ്ലിഷസ് സ്പെസിഫിക് കണക്ഷൻസ് വിത്ത് എ പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് കൾച്ചർ. അപ്പോൾ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് കൾച്ചർ, അതാണ് കൂടുതൽ നോട്ടമിടുന്നത്. ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ ദിസ് കേസ് റിലൈസ് ഓൺ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ ഇതുപോലെ പഠിക്കാൻ നേരത്ത് യൂസ് ചെയ്യണത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. The development of the ethnological method. The ethnological method explains cultures using the historical method has varied over a period of time. അപ്പോൾ അതിൻ്റെ ആ ഡെവലപ്മെൻറ്റ്, അത് എത്തനോളജിക്കൽ മെത്തേഡിൻ്റെ ആ രീതി, അവിടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്തിരുന്നു ഒരേ കാലഘട്ടത്തിൽ. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി, ആ കാലഘട്ടങ്ങളെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണം. ഇറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 4 phases ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, ഗ്രാബ്നർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. ഗ്രാബ്നറും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും യൂസ് ചെയ്തിരുന്ന ആ കാലഘട്ടം. അത് ഇൻ ജർമ്മനി ദ കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ സ്കൂൾ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രിസ് ഗ്രാബ്നർ. ഗ്രാബ്നർ ബിലീവ്ഡ് ദാറ്റ് ദ ടാസ്ക് ഓഫ് എത്തനോളജി വാസ് ടു റീകൺസ്ട്രക്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടാക്ട്സ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് കൾച്ചർ. അപ്പോൾ ഇതാണ് ഗ്രാബ്നർ വിശ്വസിച്ചിരുന്നത്. എത്തനോളജി വാസ് ടു റീകൺസ്ട്രക്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടാക്ട്സ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് കൾച്ചർ. പീപ്പിളും കൾച്ചറും തമ്മിലുള്ള ആ കോണ്ടാക്ട് അത് കൂടുതൽ പ്രബലമാക്കുക, റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം കാണാൻ ശ്രമിച്ചിരുന്നത്. ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് സൊസൈറ്റി വാസ് ഓഫേർഡ് ഫ്രം കൾച്ചറോ ഹിസ്റ്ററിക് ഓർ കൾച്ചർ ഹിസ്റ്ററി പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ കൾച്ചർ ഹിസ്റ്ററി പോയിന്റ് ഓഫ് വ്യൂ കൂടിയാണ് ഈ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ ഇവിടെ ചെയ്തിരുന്നത്. The German scholars following Garbner believed that culture was transmitted from one region to other through the process of diffusion. അപ്പോൾ ജർമ്മൻ സ്കോളേഴ്സും ഫോളോയിങ് ഗാർബനറെ പിന്തുടർന്നു വന്ന ജർമ്മൻ സ്കോളേഴ്സും വിശ്വസിച്ചിരുന്നത്, ബിലീവ്ഡ് ദാറ്റ് കൾച്ചർ വാസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ റീജിയൻ ടു ദ അതർ. കൾച്ചർ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണത് ത്രൂ ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ, വ്യാപനം. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിൽ കൂടിയാണ് കൾച്ചർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന്. ദേ വ്യൂസ്ഡ് ദിസ് ആസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കൾച്ചർ ദ വേൾഡ് ഓവർ. അപ്പോൾ വേൾഡ് ഓവർ മുഴുവൻ ലോകത്തിലും ഈ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ കാഴ്ചപ്പാട്, ഈ ഡിഫ്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ റിലീജിയൻ ഓർ ആൻ ആർട്ടിഫാക്ട് ലൈക്ക് എ പോട്ട്, ഗാർഡനർ കമ്പയർഡ് both the quantitative and qualitative features in the context of the two cultures. It is not necessary, according to this school of ethnology, for the two cultures to come into contact with each other. എപ്പോഴും രണ്ട് കൾച്ചേഴ്സ് അത് പടരണമെങ്കിൽ അത് തമ്മിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈ പ്രസന്റിൽ എപ്പോഴാണ് അതിനെ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇതിന്റെ കോണ്ടാക്ട് സംഭവിക്കണമെന്നില്ല. ദ കോണ്ടാക്ട് കുഡ് ഹാവ് ഹാപ്പൻ സംടൈംസ് ഇൻ ദ പാസ്റ്റ്. ആ കോണ്ടാക്ട് ഒരുപാട് കാലം മുമ്പ് പണ്ട് കാലത്തുണ്ടായാലും മതിയായിരുന്നു, അതിന്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഈ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ കൾച്ചർ അങ്ങനെ ട്രാൻസ്മിറ്റ് വൺ പ്ലേസ് ടു അനദർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം എന്നാണ് ഗാർബനർ പറയുന്നത്. ഗാർബനർ ഹിംസെൽഫ് സ്റ്റഡീഡ് ആഫ്രിക്ക, നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക യൂസിങ് ദിസ് മെത്തേഡ്. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് WHR റിവേഴ്സിൻ്റെയാണ്. അതായത് വില്യം ഹോൾസ് റിവേഴ്സ് വാസ് ആൻ ഇംഗ്ലീഷ് ആന്ത്രപ്പോളജിസ്റ്റ് ആൻഡ് എത്തനോളജിസ്റ്റ്. റിവേഴ്സ് യൂസ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഡിഫറെൻറ്റ് ഫ്രം ഗാർബനർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ്. ഗാർബനറും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് യൂസ് ചെയ്ത ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അല്ല റിവേഴ്സ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് വാസ് ആൻ എവല്യൂഷനിസ്റ്റ് ടു ബിഗിൻ വിത്ത്. തുടക്കത്തിൽ അദ്ദേഹം ഒരു എവല്യൂഷനിസ്റ്റിനെ പോലെയായിരുന്നു. ഈ ലേറ്റർ മോഡിഫൈഡ് ഹിസ് സ്റ്റാൻഡ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ദ റോൾ
of culture contact in the context of social evolution. He believed that when cultures come into contact with one another, then new features could appear. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൾച്ചേഴ്സ് പരസ്പരം കോണ്ടാക്ട് ചെയ്യപ്പെടുമ്പോൾ ഒരു പുതിയ ഫീച്ചർ could appear ആ കൾച്ചറിൽ. ദിസ് ഫീച്ചർ could have been completely absent in either of the culture. ഈ പുതിയതായിട്ട് ഉടലെടുത്ത രണ്ട് കൾച്ചേഴ്സ് തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ ഒരു പുതിയ കൾച്ചറിന്റെ ഫോം രൂപാന്തരപ്പെടും. ഈ രൂപാന്തരപ്പെട്ട കൾച്ചറിന് മറ്റ് രണ്ട് ഭാഗത്ത് ആയിട്ട് ചിലപ്പോൾ ബന്ധമൊന്നും ഉണ്ടാവില്ല, അതിന്റെ സ്വഭാവങ്ങളൊന്നും കാണിക്കില്ല, പുതിയൊരു സ്വഭാവമായിരിക്കും കാണിക്കുക. ദീസ് ഫീച്ചേഴ്സ് would have been completely absent in either of the cultures. As a result of the contact, new features appear or developed. For him, unlike Gardner, contact between cultures was essential. മറ്റൊരിടത്ത് കോണ്ടാക്ട് ബിറ്റ്വീൻ കൾച്ചർ അത്ര എസെൻഷ്യൽ ആയിട്ട് പറഞ്ഞില്ല. പണ്ടെങ്ങാനും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ സംഭവിക്കും, ട്രാൻസ്മിറ്റ് ഫ്രം വൺ റീജിയൻ ടു അതർ, ആ കൾച്ചർ പാസ് ചെയ്തോളും എന്നാണ് ആദ്യത്തെ ആള് പറഞ്ഞെങ്കിൽ ഇവിടെ റിവേഴ്സ് പറയണത് അങ്ങനെ പ്രത്യേക കോണ്ടാക്ട് തന്നെ വേണം. കൾച്ചറിൽ നിന്ന് പുതിയതൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഈ കൾച്ചേഴ്സിന്റെ ഫീച്ചേഴ്സ് തമ്മിൽ കോണ്ടാക്ട് ചെയ്യണം. ഫോർ അൺലൈക്ക് ഗാർബനർ, കോണ്ടാക്ട് ബിറ്റ്വീൻ കൾച്ചേഴ്സ് വാസ് എസെൻഷ്യൽ. ഇവിടെ കോണ്ടാക്ട് ബിറ്റ്വീൻ കൾച്ചേഴ്സ് വാസ് വെരി എസെൻഷ്യൽ എന്നുള്ള അഭിപ്രായമാണ് WHR റിവേഴ്സിൻ്റെത്. ഇനി എലിയറ്റ് സ്മിത്ത് ആൻഡ് വില്യം ജെയിംസ് പെരി, തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് എത്നോളജിസ്റ്റ് ലൈക്ക് എലിയറ്റ് സ്മിത്ത് ആൻഡ് വില്യം ജെയിംസ് പാരി എക്സ്പ്ലെയിൻ ദ സിമിലാരിറ്റീസ് ഇൻ കൾച്ചർ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഡിഫ്യൂഷൻ ഫ്രം എ കോമൺ സെന്റർ. അതാണ് എലിയറ്റ് സ്മിത്ത് ആൻഡ് വില്യം ജെയിംസ് പാരിയുടെ അഭിപ്രായത്തിൽ. ഇനി അടുത്തത് അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ സ്കൂൾ, ഫോർത്ത് ഫേസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ in America, Louis Henry Morgan, following in the footsteps of reverse mapped the generally of the American Indian tribes. He believed that there were similarities in their kinship structures. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം രണ്ട് അമേരിക്കൻ ഇന്ത്യൻ ട്രൈബ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ there were similarities in their kinship structure, അവരുടെ കിൻഷിപ്പ് സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉണ്ടായതായിട്ട് അദ്ദേഹം വിശ്വസിക്കുന്നു. By studying kin terms across tribes, Morgan attempt to classify kinship system. ഇതാണ് അദ്ദേഹം കിൻഷിപ്പ് സിസ്റ്റം ക്ലാസിഫൈ ചെയ്തെടുത്തത്. The data that he collected was largely on disappearing of red Indian tribes. He published a seminal work, Systems of Consanguinity and Affinity of the Human Family in 1871. അദ്ദേഹത്തിന്റെ ഒരു പ്രാരംഭ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വർക്കിൽ അദ്ദേഹം ഈ സിസ്റ്റംസ് ഓഫ് കോൺസാങ്ക്വിനിറ്റി ആൻഡ് എഫിനിറ്റി ഓഫ് ദ ഹ്യൂമൻ ഫാമിലി അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് 1871. In his work, Morgan used extensive data to establish the unity of various kinship systems. Various kinship systemത്തിനെ കുറിച്ച് ഈ വർക്കിൽ അദ്ദേഹം വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. He examined the way in which the structure of the family and social institutions change and develop. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ഫാമിലിയിലൊക്കെ ചേഞ്ചസ്, അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ഇതിൽ കൂടി കാണിച്ചിട്ടുണ്ട്. After Morgan, Franz Boas, a German-born American anthropologist, and later his student A.L. Kroeber, focused on explaining data through the uses of historical explanations. മോർഗന് ശേഷം ഈ പറഞ്ഞ വ്യക്തികളും ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻസ് നന്നായി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബോസ് വാസ് ക്രിട്ടിക്കൽ ഓഫ് ദ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആൻഡ് ഇൻസ്റ്റെഡ് പ്രപ്പോസ്ഡ് ദാറ്റ് കൾച്ചേഴ്സ് ഡെവലപ്പ് historically through the process of diffusion when people interact with one another. He was also critical of the evolutionist ideas that some cultures were more developed than the others. ഈ അഭിപ്രായത്തിനോട് അദ്ദേഹം യോജിക്കുന്നില്ലായിരുന്നു. ക്രോബർ through his work further exemplified this approach. Edward Speyer was an American anthropologist, linguist, and also a student of Boas applied historical method to study the indigenous language in America. അമേരിക്കയിലെ നാടോടി ഭാഷകളെ കുറിച്ച് പഠിക്കാൻ ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് ബോസ് അപ്ലൈ ചെയ്തത്. ഫോർ ബോസ് ആൻഡ് ഹിസ് സ്റ്റുഡൻസ്, ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ വാസ് ബേസ്ഡ് ഓൺ ഡിഫ്യൂഷൻ. ഇവിടെ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തത് ഡിഫ്യൂഷനിൽ കൂടിയാണ്.
ഇത് നടക്കുന്നതെന്നാണ്. ദേ യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടു കമ്പയർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചേഴ്സ്. അപ്പോൾ അവർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും യൂസ് ചെയ്യണ്ടായിരുന്നു ടു കമ്പയർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചേഴ്സ്. ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് വാസ് എക്സ്പ്ലെയിൻഡ് ത്രൂ ഡിഫ്യൂഷൻ. അപ്പോൾ അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ് യൂസ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ സെവറൽ വേസ്. അപ്പോൾ അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് പല രീതിയിലാണ് യൂസ് ചെയ്തത്. പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അവരിത് യൂസ് ചെയ്ത്. ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ മെത്തേഡ് ഓഫ് കൺവേർജൻസ്, ഒരു മെത്തേഡ് ഓഫ് കൺവേർജൻസ് ആയിട്ട് ഉപയോഗിച്ച് ചെയ്ത്, ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് പോലെ യൂസ് ചെയ്ത്, ആസ് എ ജീനിയോളജിക്കൽ മെത്തേഡ്, ഒരു ജീനിയോളജിക്കൽ മെത്തേഡ് പോലെ യൂസ് ചെയ്ത്, ആൻഡ് ഓൾസോ ആസ് എ സൈക്കോളജിക്കൽ മെത്തേഡ്. അപ്പൊ അമേരിക്കൻ സയന്റിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകൾ, ആന്ത്രപ്പോളജിസ്റ്റുകൾ ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡിന് വിഭിന്ന രൂപത്തിൽ വിഭിന്ന കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വിഭിന്ന രൂപത്തിൽ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. American anthropologists like Bose also used the statistical method. പിന്നെ അതുപോലെ he used quantitative comparisons to establish a connection between cultures. Bose method was very different from the genealogical method used by Louis Henry Morgan. ഹെൻറി മോർഗൻ യൂസ് ചെയ്ത ജിനോളജിക്കൽ മെത്തേഡിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ബോസ് യൂസ് ചെയ്ത മെത്തേഡ്. The American anthropologists also believed that culture similarities that could not be explained through diffusion could be explained through convergence. Two cultures with diverse historical features may have come together and later the cultural features may have knit together into a unified culture. അപ്പൊ അങ്ങനെയാണ് ഒരു രണ്ട് കൾച്ചേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടി അതിൽ നിന്നൊരു പുതിയ രീതിയിലുള്ള കൾച്ചർ രൂപാന്തരപ്പെടുക. ദിസ് വാസ് ദ മെത്തേഡ് ഓഫ് കൺവേർജൻസ്. അതിനെയാണ് മെത്തേഡ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ സൈക്കോളജിക്കൽ മെത്തേഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് നോട്ട് സിംപ്ലി എ മെക്കാനിക്കൽ വൺ. അപ്പൊ സൈക്കോളജിക്കൽ മെത്തേഡിൽ പറയുന്നത് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ് ഈസ് നോട്ട് എ സിംപ്ലി മെക്കാനിക്കൽ വൺ ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ സൈക്കോളജിക്കൽ വൺ. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ് ആണെന്നാണ്, വെറുതെ മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രമല്ല സൈക്കോളജിക്കൽ പ്രോസസ്സും കൂടിയാണെന്നാണ് പറയുന്നത്. പീപ്പിൾ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് വൺ അനദർ ഓർ വിത്ത് എ ഡിഫറെന്റ് കൾച്ചർ ഹാവ് ടു സൈക്കോളജിക്കലി ഓൾസോ അഡാപ്റ്റ് ദംസെൽസ്. അപ്പൊ രണ്ട് കൾച്ചേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അല്ലെങ്കിൽ അവരിലുള്ള ആളുകൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഒരു പുതിയ ഒരു രൂപാന്തരം അവിടെ സംഭവിക്കും. ഒരു പുതിയ രീതി അവിടെ അഡാപ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് സൈക്കോളജിക്കലി പറയുന്നത്. ദസ് ഇൻ അമേരിക്കൻ ആന്ത്രപ്പോളജി വൺ സീസ് ദ യൂസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ ഡിഫറെന്റ് മെത്തേഡ്സ്. അപ്പൊ അമേരിക്കൻ ആന്ത്രപ്പോളജിനെ സ്റ്റഡി ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഡിഫറെന്റ് വേസിൽ പല രീതിയിലാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എത്നോളജിക്കൽ മെത്തേഡ്. But the contact between cultures was used differently in different parts of the world. There was a lack of agreement amongst the ethnologists on the use of the historical method. In Germany, Grabner and his followers used the cultural-historic or cultural history approach. അപ്പോൾ ഗാർബനർ യൂസ് ചെയ്ത മെത്തേഡിനെയാണ് കൾച്ചറൽ ഹിസ്റ്ററി അപ്രോച്ച്. അവരുടെ ജർമ്മൻ ഭാഷയിൽ കൾച്ചറോ ഹിസ്റ്റോറിക്കി എന്നാണ് പറയുന്നത്. ആ മെത്തേഡാണ് യൂസ് ചെയ്തത്. ഫോർ ദം കൾച്ചർ ഡെവലപ്ഡ് വെൻ ദേ കെയിം ഇൻ ടു കോണ്ടാക്ട് വിത്ത് വൺ അനദർ ത്രൂ ദ പ്രോസസ് ഓഫ് ഡെഫ്യൂഷൻ. ഫോർ ദം അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യണത് വെൻ ദേ കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് വൺ അനദർ, വേറൊരു കൾച്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പ്രോസസ് ഓഫ് ഡിഫ്യൂഷനെയും കൂടിയാണ് കൾച്ചർ ഡെവലപ്പ് ചെയ്യണമെന്നാണ് ഈ ഗാർബനർ പറഞ്ഞത്. In Britain, Rivers, Elliott Smith and Perry too believed in the process of diffusion. Diffusion പ്രോസസ്സിൽ വിശ്വസിച്ചിരുന്ന മറ്റ് ബ്രിട്ടൻ ആന്ത്രപ്പോളജിസ്റ്റ് ആണ് റിവേഴ്സ്, എലിയറ്റ് സ്മിത്ത് ആൻഡ് പെരി. ഫോർ റിവേഴ്സ് കൾച്ചർ necessary for the development of cultures. Perry and Smith believed in a single center of diffusion. ഇവിടെ പെരി ആൻഡ് സ്മിത്ത് വിശ്വസിച്ചിരുന്നത് ഒരു സിംഗിൾ സെന്റർ ഓഫ് ഡിഫ്യൂഷൻ മതി എന്നാണ്. ദ അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഡിഫറെന്റ് ഫ്രം ദ ജർമ്മൻ ആൻഡ് ബ്രിട്ടീഷ് എത്തനോളജിസ്റ്റ്. അപ്പൊ അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ സ്കൂള് ജർമ്മൻ ആൻഡ് ബ്രിട്ടീഷ് എത്തനോളജിസ്റ്റിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു. ബോസ് ആൻഡ് ഈ സ്റ്റുഡൻസ് യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ബോസും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസും യൂസ്
ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് കൾച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ദ അതർ അമേരിക്കൻ യൂസ് ദ മെത്തേഡ് ഓഫ് കൺവേർജൻസ്. മറ്റ് അമേരിക്കൻസ് യൂസ് ചെയ്തത് മെത്തേഡ് ഓഫ് കൺവേർജൻസ്, ദ ജിനോളജിക്കൽ മെത്തേഡ് ആൻഡ് സൈക്കോളജിക്കൽ മെത്തേഡ് ടു. ഇനി ഇവിടെ വാട്ട് ഈസ് ദ എത്തനോളജിക്കൽ മെത്തേഡ്, ഹൗ ഹാവ് ഗാർബനർ ആൻഡ് ഹിസ് ഫോളോവേഴ്സ് യൂസ് ദ എത്തനോളജിക്കൽ മെത്തേഡ്, അതുപോലെ ട്രേസ് ദ ഡെവലപ്മെന്റ് ഓഫ് എത്തനോളജിക്കൽ മെത്തേഡ് ഇൻ അമേരിക്ക. അപ്പൊ ഈ 3 കാര്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ദ ഡിഡക്റ്റീവ് മെത്തേഡ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ്. ഈ സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് ഡിഡക്റ്റീവ് മെത്തേഡ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ opposed to the methodology of the ethnologist, Radcliffe Brown proposes the use of the term social anthropology for those who formulate general laws for society. അപ്പൊ ജനറൽ ലോസ് സൊസൈറ്റിക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആന്ത്രപ്പോളജിസ്റ്റിനെ ഉദ്ദേശിച്ചിട്ട് അവർക്ക് പറ്റിയ ഒരു മെത്തഡോളജി എന്ന് പറയുന്നതാണ് മെത്തഡോളജി ഓഫ് ദ എത്തനോളജിസ്റ്റ്. The task of social anthropology in this method was to discover universal laws of primitive society. അപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി. അപ്പൊ ഇതിൽ അദ്ദേഹം യൂസസ് ദിസ് മെത്തേഡ് ടു സ്റ്റഡി സൊസൈറ്റീസ്. ഈ മെത്തേഡാണ് അദ്ദേഹം യൂസ് ചെയ്തത്. He focuses on studying the social morphology and social physiology of societies in order to discover universal laws governing them. A knowledge of history helps discover social structure and function. This is, however, an indirect use of history. അപ്പോൾ ഇവിടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യണം, but it is an indirect use of history. The focus is on societies at present and not on events that have happened earlier. അപ്പോൾ പണ്ട് കാലത്ത് പഠിച്ചത് ഇപ്പോൾ യൂസ് ചെയ്യില്ല, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് പഴയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ദ ഫോക്കസ് ഈസ് ഓൺ സൊസൈറ്റീസ് അറ്റ് പ്രസന്റ് ആൻഡ് നോട്ട് ഓൺ ഇവന്റ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് ഏർലിയർ. നേരത്തെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചല്ല, പ്രസന്റിൽ സംഭവിച്ച കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് കൂടി കടന്നു പോകുന്നത്. അക്കോർഡിംഗ് ടു റാഡ്ക്ലിഫ് ബ്രൗൺ, ദ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻസ് വൈ ഹിസ്റ്റോറിയൻസ് ആർ കൺസേൺഡ് വിത്ത് particulars and are not generalizing in nature. അപ്പൊ അക്കോർഡിംഗ് ടു റാഡ്ക്ലിഫ് ബ്രൗണിന്റെ അഭിപ്രായത്തിൽ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻസ് ബൈ ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻസ് ആർ കൺസേൺഡ് വിത്ത് പർട്ടിക്കുലേഴ്സ് ആൻഡ് ആർ നോട്ട് ജനറലൈസിങ് ഇൻ നേച്ചർ. പർട്ടിക്കുലേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, നോട്ട് ജനറലൈസിങ് ഇൻ നേച്ചർ. പൊതുവായിട്ടുള്ള ഒരു കാര്യം നോക്കിയിട്ടല്ല, പർട്ടിക്കുലർ അതിൽ കൂടിയിട്ട് പോവുകയാണെന്ന്. സോഷ്യൽ ആന്ത്രപ്പോളജി ഓൺ ദ അതർ ഹാൻഡ് യൂസസ് ഹിസ്റ്ററി ഇൻ എ ഡിഫറെന്റ് വേ. സോഷ്യൽ ആന്ത്രപ്പോളജി വേറൊരു രീതിയിൽ കൂടിയാണ് ഹിസ്റ്ററിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോഷ്യൽ ആന്ത്രപ്പോളജി ഫോർ Radcliffe Brown explained societies in terms of sociological laws and not in terms of reconstructed history. അപ്പൊ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് ആ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വരുമ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അടുത്ത ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ലേറ്റർ ടൈംസിൽ എങ്ങനെയൊക്കെയാണ്? വി സി ദ യൂസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ ദ വർക്ക് ഓഫ് എമിൽ ഡർക്കിം. അപ്പൊ 19th സെഞ്ചുറിയിൽ ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡിന്റെ യൂസസ് ആണ് ഇവിടെ ലേറ്റർ ടൈംസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഡർക്കിം അദ്ദേഹം ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് യൂസ് ചെയ്തതായിട്ട് അറിയാം. അദ്ദേഹം ഹീസ് എ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ്. ഹി ഡ്രൂ ഫ്രം ദ വർക്സ് ഓഫ് ഫസ്റ്റൽ at de Colong, a French historian, for his books The Division of Labor in Society, അതുപോലെ തന്നെ The Elementary Forms of Religious Life. He also wrote on the history of education in France. അപ്പൊ ഇവിടെ എല്ലാം അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റിവ്യൂ ബുക്സ് ഓൺ ഹിസ്റ്ററി, ഇതിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്. പിന്നെ ഫെർഡിനൻഡ് ടോണീസ്, അത് അദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഹി റീറ്റെയിൻഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഫാസ്റ്റ്. വിൽഫ്രെഡോ പെരറ്റോ അത് ഇൻ ഹിസ് treatise on sociology developed the notion of the circulation of elites in society. He discussed classical Athens. അപ്പൊ ഇതും അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും.
According to Radcliffe Brown, how do social anthropologists differ from ethnologists in the use of the historical method? അതുപോലെ ഡിസ്കസ് ഡർക്കിൻസ് കോൺട്രിബ്യൂഷൻ എന്താണ്, എലൂസിഡേറ്റ് റാങ്കേഴ്സ് കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അതർ ജർമ്മൻ സോഷ്യോളജിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ, കമ്പയർ ദ യൂസ് ഓഫ് ഹിസ്റ്ററി ഇൻ ദ വർക്ക്സ് ഓഫ് റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡ് റാങ്കെ. അപ്പൊ അതിന്റെ ആൻസേഴ്സ് എല്ലാം വ്യക്തമായിട്ട് ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ കാര്യം കൂടി, യൂസ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ ഇന്ത്യ, അതൊന്ന് നോക്കിയേക്കുക. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ ഇന്ത്യ, അവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്തിരുന്നത് മെനി ഓഫ് ദം വേർ, അങ്ങനെ യൂസ് ചെയ്തിരുന്ന ആളുകളിൽ മിക്കവരും മെനി ഓഫ് ദം വേർ ഇൻഡോളജിസ്റ്റ്. ഇൻഡോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ട്രഡീഷണൽ സാക്രഡ് ബുക്സ് യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെയാണ് ഇൻഡോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രൊമനന്റ് എമംഗ് ദം വർ ജി.എസ്. ഗുറെ, ലൂയിസ് ഡമണ്ട്, കപാഡിയ, അതുപോലെ ഐരാവതി കാർവെ, ടി.എൻ. മദൻ, അമൃത് ശ്രീനിവാസൻ, ഇവരെല്ലാം ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ്. ദേ ആർ ഓൾസോ യൂസ്ഡ് ഹിസ്റ്ററി ഫോർ എ മാക്രോ അനാലിസിസ്. ഇനി വി ഓൾസോ സീ ദ മെറ്റാഫോർമിക് യൂസ് ഓഫ് ഹിസ്റ്ററി. രണ്ടു തരം യൂസസ് ഉണ്ട്, ഒന്ന് മെറ്റാഫോർമിക്, അതർ വൺ ഈസ് സബ്സ്റ്റാൻഷ്യൽ യൂസസ്. അപ്പൊ മെറ്റാഫോർമിക് യൂസസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ദിസ് മീൻ ദാറ്റ് ദെയർ റിസർച്ച് വാസ് റൂട്ടഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ്. ദെയർ actual research did not reflect the use of historical sources, unlike in the works of Gure and others discussed in the preceding section. This approach was followed by Radha Kaimal Mukherjee, D.P. Mukherjee, D.N. Majumdar, P.C. Joshi, etc. അപ്പോൾ ഇവർ യൂസ് ചെയ്തിരുന്നതാണ് മെറ്റോഫോർമിക് യൂസ് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ മെറ്റോഫോർമിക് യൂസ് ഓഫ് ഹിസ്റ്ററിയിൽ യൂസ് ചെയ്യണത് ദാറ്റ് ദെയർ റിസർച്ച് വാസ് റൂട്ടഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ്, അതാണ് അവരുടെ പ്രത്യേകത. പിന്നെ അടുത്തത് സബ്സ്റ്റാൻഷ്യൽ യൂസ് ഓഫ് ഹിസ്റ്ററി in the study of societies is seen in the works of R. Desai, D.N. Dangre, Singh, P.C. Joshi, M. Shah, M.S.A. Rao, and several others. A substitute use of history implies that history is used to explain societies. ഹിസ്റ്ററി സൊസൈറ്റീനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതാണ് സബ്സ്റ്റാൻഷ്യൽ യൂസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. യൂസ് ഓഫ് ഹിസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ഐഡിയാസ്. വെറുതെ ഐഡിയയിൽ മാത്രം ഒതുങ്ങാതെ ആ സൊസൈറ്റിയെ തന്നെ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത്, അത് ആ ഹിസ്റ്ററിനെയാണ് ഹിസ്റ്ററി ഈസ് യൂസ് ടു എക്സ്പ്ലെയിൻ സൊസൈറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹിസ്റ്ററി യൂസ് ചെയ്യണ ആ രീതിനെയാണ് സബ്സ്റ്റാൻഷ്യൽ യൂസ് എന്ന് പറയണത്. ഇനി ചെക്ക് യുവർ പ്രോഗ്രസ് 4-ലെ ഉള്ള ആ 3 ക്വസ്റ്റ്യൻസ്, അത് ഈ ഭാഗത്ത് തന്നെ, ഇന്ത്യ എന്നുള്ള ഭാഗത്ത് തന്നെ കിട്ടുന്ന ആൻസേഴ്സ് ആണ്. ഇനി ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ചെക്ക് യുവർ പ്രോഗ്രസ് 3-ല് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പ്രത്യേകം നോക്കിയേക്കുക. തേർഡ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? റാങ്കേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ യൂസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നുള്ള ആ ക്വസ്റ്റ്യനിൽ, ഇൻ ജർമ്മനി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിപ്പോൾഡ് റോൺ റാങ്ക് ഇൻ ലേറ്റ് 19th century, one also sees the use of official sources in order to document history. There was an attempt in Germany to write a more objective or scientific history on the basis of official documents. In contrast, the work of social historians looked unprofessional. There was an extensive use of archives by historians in Germany. അതാരൊക്കെയാണെന്ന് വെച്ചാൽ, കാറൽ മാർക്സ് ഫേമസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇൻ 1867 വാസ് ബേസ്ഡ് കംപ്ലീറ്റ്ലി ഓൺ ആർക്കിവൽ മെറ്റീരിയൽ. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് കമ്പയർ ദ യൂസ് ഓഫ് ഹിസ്റ്ററി ഇൻ ദ വർക്ക്സ് ഓഫ് റാഡ്ക്ലിഫ് ബ്രൗൺ ആൻഡ് റാങ്കെ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആ കമ്പാരിസൺ ആ 4th question ആൻസറിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ 1920s one sees a break in the use of historical method in sociology. Those who studied societies from the perspective of their cultural past were critical of the approach used by Radcliffe Brown and other social anthropologists to study society. The German thinkers studying societies considered this approach to be a mechanical one. ഈ അപ്രോച്ച് ഒരു മെക്കാനിക്കൽ രീതിയാണെന്നാണ് ജർമ്മൻ തിങ്കേഴ്സ് പറഞ്ഞത്. സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് ഓൺ ദ അതർ ഹാൻഡ്, ഫോളോയിങ് റാഡ്ക്ലിഫ് ബ്രൗൺ, യൂസ് ദ മെത്തേഡ് ഓഫ് ഡൂയിങ്
field work in order to discover the general laws governing societies. അപ്പോൾ സൊസൈറ്റീനെ ഗവേൺ ചെയ്യണ ജനറൽ ലോസ് മനസ്സിലാക്കാൻ ഫീൽഡ് വർക്കാണ് റാഡ്ക്ലിഫ് ബ്രൗൺ യൂസ് ചെയ്ത മെത്തേഡ്. ഇനി മാലിനോവസ്കി, എ ബ്രിട്ടീഷ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ്, ടു ഫോക്കസ്ഡ് മോർ ഓൺ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി based on field work. This means that the specificity of societies was often overlooked. The historical approach used by Ranke and his followers, and which dominated the German intellectual tradition for official documents. Karl criticized the German establishment for its emphasis on political history. He called for a collective history which would draw on other disciplines like psychology and economics. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 4th ചാപ്റ്റർ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അതിൽ പ്രത്യേകിച്ച് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും വളരെ കറക്റ്റായിട്ട് ഈ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വായിച്ച് നോക്കി മനസ്സിലാക്കാൻ നോക്കുക ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായില്ലെങ്കിൽ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ആൻസർ ചെക്ക് ചെയ്തിട്ട് അത് പഠിക്കുക. ഇതിൽ നിന്ന് എന്തായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആൻസേഴ്സ് കിട്ടും.